ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറി ആയിട്ടാണ്. ഇത് കുമ്പളങ്ങ പാൽക്കറിയാണ്. അപ്പോൾ ഇതിന് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ട് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. ഇതുപോലുള്ള ഈസി റെസിപ്പികൾ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ തേങ്ങയാണ് വേണ്ടത്. അരമുറി തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒന്നാം പാല് തയ്യാറാക്കാം. അപ്പോൾ ഏകദേശം ഒരു കപ്പോളം, കപ്പെന്ന് ഉദ്ദേശിക്കുന്നത് മെഷർമെൻറ്റ് കപ്പാണ്, അല്ലെങ്കിൽ സാധാ ഒരു ഗ്ലാസ് നമുക്ക് ഒന്നാം പാൽ എടുക്കാം. അതിനുശേഷം നമുക്ക് രണ്ടാം പാൽ എടുക്കണം. അപ്പോൾ 1.5 അല്ലെങ്കിൽ 2 ഗ്ലാസോളം നമുക്ക് രണ്ടാം പാലും എടുക്കാം. നമ്മൾ ഈ രണ്ടാം പാലിലാണ് നമ്മൾ കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ടാം പാൽ കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 500 ഗ്രാം കുമ്പളങ്ങയാണ്. അപ്പോൾ ഏകദേശം ഒരു നീളത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് നമ്മൾ എടുത്തിട്ടുള്ള രണ്ടാം പാലാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ഗ്ലാസോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മുടെ കുമ്പളങ്ങ വേവുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള രണ്ടാം പാൽ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ കുമ്പളങ്ങയ്ക്ക് അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ആവണ്ട. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് 2 സവാളയാണ്. ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 എണ്ണം നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിവിന് വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ 1/4 സ്പൂൺ നല്ല ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ജീരകം പൊടിച്ചാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഉദ്ദേശിച്ചാൽ ഒരു പകുതി വേവ്, അത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്കൊരു പകുതി വേവ് ഇതായി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത്. അപ്പോൾ ഉരുളിയിലൊക്കെ വേവിക്കുന്നതുകൊണ്ട് തന്നെ വേഗത്തിൽ നമുക്കത് വെന്ത് കിട്ടും. പിന്നെ ഒന്നും അടച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ രണ്ടാം പാൽ ചേർത്ത് വേവിക്കുമ്പോൾ പിരിഞ്ഞ മാതിരിയൊക്കെ തോന്നും. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് കറി ലാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഇവിടെ പകുതി വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 2 ചെറിയ തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളിയും കൂടെ വേവാനുള്ള വേവ് നമ്മുടെ കുമ്പളങ്ങയ്ക്ക് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അതാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് ഗ്രേവി ഉള്ളൊരു കറി ആയിരിക്കില്ല കേട്ടോ. നമ്മൾ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്രേവി ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് കുറച്ച് കറി മതി നമുക്ക് ശരിക്കും ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഞാൻ ശരിക്കും അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ തക്കാളിയും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയും വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തിളപ്പിക്കരുത്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തോളണം. അല്ലെങ്കിൽ നമ്മുടെ കറി ശരിക്കും പിരിഞ്ഞു പോകും. ഈ സമയത്ത് നമുക്ക് പിരിഞ്ഞ മാതിരി തോന്നുന്നുണ്ടെങ്കിലും ഒന്നാം പാൽ ചേർത്ത് കഴിയുമ്പോൾ അത് കറക്റ്റ് ആവും. അപ്പോൾ ഞാനിതിലേക്ക് ഒന്നാം പാൽ ചേർക്കുകയാണ്. ഒരു കപ്പ്, മെഷർമെൻറ്റ് കപ്പാണെങ്കിൽ 1 കപ്പ്, അല്ലെങ്കിൽ ഒരു സാധാ ഒരു ബൗളൊക്കെ നിറച്ചുണ്ട്. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് വറവിടാം. അപ്പം ഞാൻ ഓൾറെഡി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. നമ്മൾ ഉരുളി ചട്ടിയൊക്കെ ആകുമ്പോൾ നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ആ ചൂടും കൊണ്ട് തിളച്ച് പോകും. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യം ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് അടുത്ത് വേണ്ടത് വറവിടലാണ്. അപ്പോൾ നമുക്ക് വറവിടാം. അതിനായിട്ട് നമുക്കൊരു ചെറിയ പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലോട്ട് വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 വറ്റൽമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല.
ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കറിയാണിത്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമ്മൾ മോരൊക്കെ ചേർത്തിട്ട് കറി വെക്കണത് ഇഷ്ടമല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ഇനിയും ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബായ്, താങ്ക് യു.